കേരളത്തിലെ വ്യവസായ രംഗത്തെ പ്രകീർത്തിച്ച നിലപാടിൽ ഉറച്ച് ശശി തരൂർ. ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരട്ടെയെന്നും തെറ്റ് ബോധ്യപ്പെട്ടാൽ തിരുത്താമെന്നുമായിരുന്നു തരൂരിന്റെ നിലപാട്. അതേസമയം കടുത്ത അതൃപ്തിയിലാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. UDF നേതൃത്വം ഒന്നടങ്കം തനിക്കെതിരെ തിരിഞ്ഞിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. സർക്കാർ നല്ലത് ചെയ്താൽ അംഗീകരിക്കണമെന്ന് ശശി തരൂർ ആവർത്തിച്ചു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സ് അല്ല പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് മുഴുവനായി പറഞ്ഞതല്ല. ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമെന്നും ശശി തരൂർ. തരൂരിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് UDF കൺവീനർ കൂടിയായ MM ഹസൻ നടത്തിയത്. ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥാനമൊഴിയാൻ ആവശ്യമുണ്ടെങ്കിൽ മാറാമെന്ന് ഹസന് തരൂരിന്റെ മറുപടി. അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ സ്വതന്ത്ര അഭിപ്രായം. രാഷ്ട്രീയ ബോധ്യം തരൂർ മറികടക്കുകയാണെന്നായിരുന്നു VT ബൽറാമിന്റെ വിമർശനം. കേരളം പോലുള്ള ഒരു നാട്ടില് വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് RSSനെതിരെയും CPIനെതിരെയും കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ മുന്നിൽ നിന്ന് പടനയിക്കേണ്ട ആളാണ് ശശി തരൂർ എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായാൽ മതി. ശശി തരൂർ നിലപാടിൽ ഉറച്ചു നിന്നതോടെ UDF നേതൃത്വവും വെട്ടിലായി. തരൂരിനെതിരെ ദേശീയ നേതൃത്വം നടപടിയെടുക്കണമെന്ന ആവശ്യവും നേതാക്കൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.